ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്തൊക്കെ. അടിപൊളി സാധനം കേട്ടോ, സെറ്റ്. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ മീൻ ബിരിയാണി. അതിന് കൂട്ടാൻ വേണ്ടി മീൻ കറി ഉണ്ട്, നല്ല ഉണ്ണിത്തട്ടപ്പേരി ഉണ്ട്, സാലഡ് ഉണ്ട്, ചോറുണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ള് കാണണേ. ഹലോ, ഇന്ന് നമ്മൾ ഉണ്ണിത്തട്ടൻ്റെ ഉപ്പേരിയും അതുപോലെ തന്നെ നല്ല നെത്തല കിട്ടിയിട്ടുണ്ട് കേട്ടോ, ചൂളാന്നൊക്കെ പറയും നമ്മളവിടെ. അതിൻ്റെ ഒരു പീരയും അതുപോലെ തന്നെ കുറച്ചെടുത്ത് നമ്മൾ കറിയും വെക്കും കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള തോലൊക്കെ തന്നെ പൊളിച്ചെടുക്കേ. ഇതിന് ഓരോരുത്തരും പല പേരുകളാട്ടോ പറയുക. ഞങ്ങളവിടെ ഇതിന് ഉണ്ണിത്തട്ടാന്നാണ് പറയുക. ഇതിൻ്റെ വെറൈറ്റി പേരുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിലൊക്കെ തന്നെ നമ്മളെ ആ ഒരു തേൻ ഉണ്ടാകുന്ന അതുണ്ട് കേട്ടോ. പക്ഷെ ഇതിലൊന്നും ഉണ്ടാവില്ല, കുറച്ച് കാലമായി ഇതായിട്ട്, അപ്പം ഉണ്ടാവില്ല. ഈ മുകൾ ഭാഗത്തുള്ള 3 ലെയർ നമ്മൾ പൊടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ കഴുകിയിട്ട് കുനുകുനാന്ന് കൊത്തി അരിഞ്ഞിട്ട് കേട്ടോ. അപ്പം നമ്മൾ നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ചെറുങ്ങനെ കൊത്തി അരിയാണ്. ഇത് ഫുള്ള് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മൾ അരിഞ്ഞ് ഇത്ര ഭാഗം അരിഞ്ഞ് കഴിഞ്ഞിട്ടോ. ഇനി കുറച്ചും കൂടിയല്ലേ. അപ്പം നമുക്ക് വേഗം തന്നെ ഇതോടി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് കാണേ. അപ്പം നമ്മൾ ഉണ്ണിത്തട്ട ഫുള്ള് അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ആ ഒരു കാമ്പാട്ടോ. ബാക്കി മൊത്തം നമ്മൾ അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറിനുള്ള അരി എടുക്കുകയാണേ. നമുക്ക് നല്ലപോലെ ഇതൊന്ന് കഴുകി എടുക്കട്ടോ. കഴുകി ഊറ്റി നമുക്ക് കുക്കറിലാണ് എടുക്കുന്നത്. കുക്കറിലേക്ക് ഇടാം. ഇതിലൊരു കറ ഉണ്ടാവേ, അപ്പം അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ കഴുകി എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഉണ്ണിത്തട്ട പയറിട്ടിട്ടാട്ടോ വെക്കുന്നത്. ഇത് അല്ലാണ്ട് തേങ്ങ പൊടിച്ചിട്ട് വെക്കും. നമ്മളിവിടെ നല്ലപോലെ ചെറുപയർ ഇട്ടിട്ടാട്ടോ വെക്കുന്ന. പയർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴുകി ഊറ്റിയിട്ട് നമുക്ക് ഈ ഉണ്ണിത്തട്ടൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 2 വലിയ പച്ചമുളക് ചീന്തിയിട്ട് കൊടുക്കേ. ഉപ്പിട്ട് കൊടുക്കട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കേ. അപ്പോൾ നമ്മളിത് മീൻപീരക്ക് വേണ്ടി സെറ്റാക്കുകയാണ്. ആദ്യം കുറച്ച് തേങ്ങ, അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഒരു വലിയൊരു പീസ് ഇഞ്ചി ഇട്ടോ. പിന്നെ 2 പച്ചമുളക്. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കട്ടോ. എല്ലാം കൂടി വെള്ളം തീരെ ചേർക്കല്ലേ. നമ്മൾ കുറച്ച് മീനെടുത്തിട്ട് കറി വെക്കുന്നുണ്ട്, മുളകിട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മൾ മീൻകറി കലക്കിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മീനിലേക്ക് ആവശ്യത്തിനുള്ള മുളക്, മഞ്ഞൾ, മല്ലി, ഇത് നല്ലപോലെ ഒരു പേസ്റ്റ് പോലെ നമുക്ക് സെറ്റാക്കി വെക്കേ. നമ്മൾ കുറച്ച് കുടംപുളി മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടോ. നമുക്ക് ഈ 2 മീനെടുത്തിട്ട് ഒരു പൂച്ചക്കുട്ട വന്നിട്ടുണ്ട് കേട്ടോ, അതിന് കൊടുക്കേ. കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കാത്ത് മീൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി
നമ്മൾ മീൻ ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടി നമ്മൾ കഴുകി വെച്ച മീൻ നമുക്ക് ഇതിലേക്ക് ഇടട്ടോ കുറച്ച്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഈ ഒരു തേങ്ങൻ്റെ മിക്സ് ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കേ. ഇനി നല്ലോണം ഒന്ന് കുഴക്കട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ മീനിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ മീൻ പീരനെ നമ്മൾ അടുപ്പ് കയറ്റിയേ. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മളെ മീൻ പീര ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ മീൻ പീര സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കട്ടോ. ഇനി നമ്മൾ ഉപ്പേരി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചെറിയുള്ളിയിലാണ് വറവിടുന്നത്. ഈ ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കേ. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേ. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കട്ടെ നമുക്ക്. നമ്മുടെ മീൻ കറി നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കേ. അപ്പോൾ നമ്മൾ മെയിൻ സാധനം മീൻ പീര നമുക്ക് ഈ വാഴയിലേക്ക് തട്ടെ. നമ്മൾ വാഴയിലാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറ് ഇതിലേക്ക് ഇടട്ടോ. ഇനി നമ്മുടെ ഉണ്ണിത്തട്ടൻ്റെ ഉപ്പേരിയിലെ നമ്മൾ കുറച്ച് തൈര് കൊണ്ട് സാലഡ് ആക്കിയതാണ്. അത് നമുക്ക് ഒഴിക്കാം. അടുത്തത് നമ്മളെ മീൻ കറി ആട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളെ മീൻ പീരയാണ്. നല്ല നെത്തലി മീനെ കൊണ്ട് പീര ഉണ്ടാക്കിയതാട്ടോ. നമുക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് മീൻ പീര ഉണ്ട്, സാലഡ് ഉണ്ട്, നല്ല മീൻകറി ഉണ്ട്, ഉണ്ണിത്തട്ടയും പയർ ഉപ്പേരി ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയും കണ്ട ആൾക്കാർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ ബായ്. ഇന്ന് ഇതുവരെ. നമുക്കിതെല്ലാം കൂടി കൂട്ടി നല്ലൊരു പിടി പിടിച്ചാലോ? കുറച്ച് ചോറും മീനും ഉണ്ണിത്തട്ടപ്പേരിയും കുറച്ച് തൈര് സാലഡും കുറച്ച് മീൻ പീരയും എല്ലാം കൂടി ഇട്ട് നല്ല പോലെ കുഴച്ച് കഴിച്ചു വെക്കാലോ? പേർക്ക് കൊടുക്കണോ? സബ്സ്ക്രൈബേഴ്സിനോ വേണോ? ഫസ്റ്റ് കൊടുക്കല്ലേ? അതെ, എന്നാ അത് കഴിച്ചോളിട്ടോ. സൂപ്പർ സൂപ്പർ സെറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്.